ഒരു ദിവസം ഞാൻ എങ്ങാണ്ട് പോയിട്ട് ബസ്സേ വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അനിയൻ ഓടി വന്നതിനോട് പറഞ്ഞു ചേട്ടായി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഈ പറയുന്നത്. അവൻ പറഞ്ഞു IASൻ്റെ ലിസ്റ്റിൽ ചേട്ടായിയുടെ പേര് വന്നു. വചനമാകുന്ന ആ ശക്തി അത് മനുഷ്യർക്ക് വിധിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിലും വിചാരിക്കുന്നതിലും ഒക്കെ ഒരുപാട് കൂടുതൽ ദൈവം പ്രവർത്തിക്കുമെന്ന് നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ. എൻ്റെ വീട് എലഞ്ഞിയിലാണ്, പാലാ ഡയസിസ്. അവിടെ കൊഴുപ്പത്തളം എന്നാണ് വീട്ടുപേര്. എൻ്റെ ഈ ചാച്ചൻ സ്കൂളിൽ ടീച്ചറായിട്ട് വിട്ടായതാണ്. എലഞ്ഞിലെ മിക്ക കുട്ടികളെയും ചായം പഠിപ്പിച്ചിട്ടുണ്ട്. പൗലോസാരൻ്റെ മകൻ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോഴാണേലും എന്നെ പരിചയമില്ലാത്തവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പൗലോസാരൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അമ്മച്ചിയുടെ പേര് ത്രേസ്യാമ. ഞങ്ങളുടെ വീട്ടിൽ ചാച്ചൻ്റെ അനുജൻ ഒരു വൈദികനാണ്, സലീഷ്യൻ പ്രീസ്റ്റാണ് ഇപ്പോഴും. അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായി ജോലി ചെയ്യുന്നു. 93 വയസ്സുണ്ട്. ഷില്ലോങ്ങിൽ സേക്രഡ് ഹാർട്ട് തിയോളജിക്കൽ കോളേജിൽ അവിടെ കൺഫസറാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരുപക്ഷെ ദൈവവിളിയെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ തന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് അവിടെ റിക്രൂട്ട്മെൻറ്റിനൊക്കെ അച്ഛന്മാർ വന്നപ്പോൾ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഞങ്ങൾ 3-4 പേരെ വിളിച്ച് ഓഫീസിലേക്ക് വിളിച്ചു. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ്. അതിനുശേഷം ഞാൻ സലീഷ്യൻ സഭയിൽ ചേർന്നു. ഷില്ലോങ്ങിൽ പോയി 6 വർഷം ഞാൻ അവിടെ പഠിച്ചു. ആദ്യം അസ്പാരൻറ്റേറ്റ് 2 വർഷം, പിന്നെ വിഷയറ്റ്, അത് കഴിഞ്ഞ് പിന്നെ ഫിലോസഫി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ അവിടെ ഐ ഹാഡ് സം പ്രോബ്ലംസ്. എൻ്റെ തന്നെ പേഴ്സണലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോരാൻ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചാച്ചനൊരു എഴുത്തെഴുതി, ചാച്ച എനിക്ക് അച്ഛനാവണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷേ പിന്നീട് ഞാൻ ആയിക്കൊള്ളാം, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ചാച്ചന് മറുപടി അയച്ചോടോ, നിനക്കിഞ്ഞ് പോരണമെങ്കിൽ പോന്നാൽ പോരെ, ഇതൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല, യു ജസ്റ്റ് കം അലോങ് എന്നുള്ള രീതിയിൽ എനിക്ക് മറുപടി കിട്ടി. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് അവിടെ പ്രത്യേകമായിട്ട് തൊഴിലൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ 7 മക്കളാണ്, ഞാനാണ് ഏറ്റവും മൂത്തത്. ബാക്കിയുള്ളവർ മിക്കവരും എല്ലാവരും തന്നെ പഠിക്കുകയാണ്. അപ്പോൾ മണിപ്പൂരിൽ ഒരു സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. അവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ പോയി. ചുരച്ചന്ദൂർ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കലാപം നടക്കുന്ന സ്ഥലമാണ് അതിപ്പോൾ. അവിടെ 2 വർഷം ഞാൻ ജോലി ചെയ്തു ഡോൺ ബോസ്കോ സ്കൂളിൽ ടീച്ചറായിട്ട്. ആ സമയത്ത് ഞാൻ BA പാസ്സായി. BA പരീക്ഷ കഴിഞ്ഞപ്പോഴേ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന എൻ്റെ അങ്കിളിന് എഴുത്തെഴുതി. മിസ്റ്റർ മരങ്ങോലി, തോമസ് മരങ്ങോലി, 2 അങ്കിൾമാർ ഡൽഹിയിലുണ്ടായിരുന്നു. ഒന്ന് VM മരങ്ങോലി, വലിയ ജേർണലിസ്റ്റ് ആയിരുന്നു, മനോരമയുടെ ഡൽഹിയിലെ ചീഫായിരുന്നു. അതിനിളയാളാണ് തോമസ് മരങ്ങോലി എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒരു പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഉടനെ പോരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എടോ നിനക്കൊരു ജോലി വേണം, ഞാനിപ്പോൾ ഉടനെ ഒപ്പിച്ചു തരാം, അതൊന്നും ഒരു വിഷമമല്ല, പക്ഷേ യു വിൽ ബി എ ക്ലർക്ക് ഇൻ സം ഓഫീസ്. അത് യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്, യു വിൽ നോട്ട് ലൈക്ക് ഇറ്റ്, യു വിൽ ബി ഫ്രസ്ട്രേറ്റഡ് ആഫ്റ്റർ സം ടൈം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് നല്ലപോലെ ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ, നീ കുറച്ചുകൂടെ പഠിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഷുഡ് ഐ സ്റ്റഡി? എന്താ പഠിക്കണം? പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യണോ? നോ യു സ്റ്റഡി ഫോർ IAS. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, IAS പഠിക്കുക എന്നുള്ളത്. ഐ നെവർ തോട്ട് ഓഫ് ദാറ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം അതൊക്കെ വലിയ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്, നമുക്കൊന്നും സാധിക്കുകയില്ല എന്നുള്ള ഒരു മനസ്സിരിപ്പാണ്. എനിവേ അങ്കിൾ തന്നെ ഓൾമോസ്റ്റ് ഫോഴ്സ് ചെയ്തു. എന്നോട് പറഞ്ഞു, നിൻ്റെ എല്ലാ എക്സ്പെൻസും ഞാൻ നോക്കിക്കോളാം, യു ക്യാൻ ഗോ ഫോർ കോച്ചിങ്, അതൊക്കെ ചെയ്ത് നീ പരീക്ഷ എഴുതുക. ഉടനെ ഐ അഗ്രീഡ്, അപ്ലൈഡ് ഫോർ ഇറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ്. ആൻഡ് യു നോ ദ സലീഷ്യൻ ട്രെയിനിങ് വിച്ച് ഐ ഹാഡ് വാസ് സോ വെരി യൂസ്ഫുൾ. ഡിസിപ്ലിൻ, സ്റ്റഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സലീഷ്യൻകാർ നല്ലപോലെ നമ്മളെ ട്രെയിൻ ചെയ്യും. ഈ പൂച്ച എടുത്തെറിഞ്ഞാൽ 4 കാലേ വീഴുമെന്ന് പറയുന്ന പോലെയാണ് നമ്മളെയൊക്കെ അവിടെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് വാസ് സോ ഗുഡ് ആൻഡ് ഓൾസോ ദേ ടോട്ട് us ഇംഗ്ലീഷ് വെരി വെൽ. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ട്യൂഷന് പോയി, ഇൻ്റർനാഷണൽ ലോയ്ക്ക് ട്യൂഷന് പോയി. ബാക്കി സൈക്കോളജി, ഹിസ്റ്ററിയൊക്കെ ഞാൻ തന്നെ പഠിച്ചു. അങ്ങനെയാണ് എൻ്റെ അവിടുത്തെ ഡൽഹിയിലെ ജീവിതം വന്ന്. എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും ഉപേക്ഷിച്ചു. എൻ്റെ ഈ IASൻ്റെ പഠിത്തത്തിൽ എന്നെ വളരെയധികം സഹായിച്ചത് എൻ്റെ സലീഷ്യൻ ട്രെയിനിങ്ങാണ്. അതായത് ദ ഡിസിപ്ലിൻ വിത്ത് വിച്ച് ദേ ബ്രോട്ട് us up. Not only discipline, we were engaged in every activity, sports, music, and everything. Elocution, English language especially was very, very important.
ആൻഡ് ദ സ്റ്റഡി ഹാബിറ്റ്സ്, റെഗുലർ അവേഴ്സ് ഓഫ് സ്റ്റഡി, സീരിയസ് സ്റ്റഡി, അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ അന്ന് എന്നെ പഠിപ്പിച്ചിരുന്നത് ആർച്ച് ബിഷപ്പ് മേനാമ്പറമ്പിലാണ്, തോമസ് മേനാമ്പറമ്പിൽ. ഹി വാസ് ഇൻ ചാർജ്, ഹി വാസ് എ ജൂനിയർ പ്രീസ്റ്റ് ദാറ്റ് ടൈം, ഹി വാസ് ഇൻ ചാർജ് ഓഫീസ് ഇൻ ഷില്ലോങ്. അദ്ദേഹമാണ് ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത്, ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്റ്റഡിയൊക്കെ. അത് എന്നെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഞാനിവിടെ ഡൽഹിയിൽ IAS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം എല്ലാ ദിവസവും രാത്രി 1 മണി വരെ ഇരുന്ന് ഞാൻ വായിക്കുമായിരുന്നു, പഠിക്കുമായിരുന്നു. 2 newspapers completely thoroughly I would read, and then various other general knowledge material, മനോരമ ഇയർ ബുക്ക് എന്ന് വേണ്ട ഇങ്ങനെ, and then take notes about important current topics and study all the time. That was mugging up, of course, a lot of things mugged up. Whatever I learned there, I can't repeat now. Because that is when you study for exams, it's always like that, isn't it? അങ്ങനെ 1976 റിട്ടേൺ എക്സാമിനേഷൻ. അത് കഴിഞ്ഞ് 77 ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി റിട്ടേൺ എക്സാം. പിന്നെ ഇൻ്റർവ്യൂ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് അതിലും കടന്നുകൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൊന്നും IAS ലിസ്റ്റിൽ വന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ അവധിക്ക് വന്ന അവസരത്തിലാണ് റിസൾട്ട് വന്നത്. എല്ലാ ദിവസവും പത്രം നോക്കും, പക്ഷേ പത്രത്തിൽ നമ്മുടെ പേര് കാണുന്നില്ല. അങ്ങനെ ഒരു ശാലം ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എങ്ങാണ്ട് പോയിട്ട് ബസ്സേ വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അനിയൻ ഓടി വന്നതിനോട് പറഞ്ഞു, ചേട്ടായി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഈ പറയുന്നത്. അവൻ പറഞ്ഞു, IAS ലിസ്റ്റിൽ ചേട്ടായിയുടെ പേര് വന്നു, കൺഗ്രാജുലേഷൻ പറഞ്ഞ് അങ്കിള് ടെലഗ്രാം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ സമാധാനമായി. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയത് IAS അല്ല, അതിന് താഴെയുള്ള സിവിൽ സർവീസിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലാണ്. അതായത് ന്യൂഡൽഹിയിൽ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയൽ ഗസ്റ്റഡ് ഓഫീസറായിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. അങ്ങനെ IAS താഴ്ന്ന ഒരു സ്റ്റേജാണിത്. പക്ഷേ ഇറ്റ് വാസ് വണ്ടർഫുൾ ജോബ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ചേക്കാളും നല്ല ജോലി എനിക്ക് കിട്ടി ഡൽഹിയിൽ. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. 77 ബാച്ചിലുള്ള ഓഫീസറാണെന്ന് എനിക്ക് പറയാം. അപ്പോൾ 78 അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. 78 to 83, 5 years I worked in New Delhi as a civil servant. ഡൽഹിയിൽ ആദ്യം ട്രെയിനിങ്ങിനായിരുന്നു ഞങ്ങളെ വിട്ടത്. 7 മാസത്തെ ട്രെയിനിങ് ISTM എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർക്കപ്പുറത്ത്. അവിടെ ഓഫീസിൽ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എന്തെങ്ങനെയാണ് എഴുതുന്നത്, അങ്ങനെയുള്ള ഓഫീസ് കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. അതിനുശേഷം അവിടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു ആസ് സെക്ഷൻ ഓഫീസർ ഇൻസ്പെക്ഷൻ ആൻഡ് O&M, and also in charge of the records section. So it was a rather heavy job because 3 sections were basically put together. But we had a wonderful time in the sense that, the Salesian training again helped me a lot to mix with people easily. I had no inhibitions in talking to people, in asking people to do things or things like that. I also knew typing and I could also type a letter if I needed. And then another thing which I remember was that we had celebrations. I got to know the birthdays of all the people working in the office. And every birthday we celebrated. I think very special. We would have a tea together and some snacks, some sweets together. And this was something what, built up our life together. And we also brought in the officers into that. Our senior officers, under secretary and deputy secretary, and all these people, they also would come sometimes to the office to my section and sit there and have tea and then go back during these celebrations. So I had a wonderful time there, and it was a very good job. I had a sufficient salary to look after myself and even to spare. And it was compared to the school teaching job in Manipur, which I was doing at Churathambur, this was really a heaven and hell difference, I tell you. It was really wonderful. അങ്ങനെ 5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഈ 5 വർഷക്കാലത്ത് ആദ്യമൊക്കെ ഞാൻ താമസിച്ചിരുന്നത് അങ്കിളിൻ്റെ വീട്ടിലാണ്. അങ്കിളും ആൻറ്റിയും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. 3 കുഞ്ഞു പിള്ളേർ അവർക്ക്. അപ്പോൾ അപ്സ്റ്റേഴ്സിൽ എനിക്കൊരു റൂം തന്നായിരുന്നു, സെൽഫ് കണ്ടെയ്ൻഡ് റൂം. അവിടെ ഇരുന്ന് പഠിക്കുക തന്നെയാണ് IAS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പണി. അപ്പോൾ they were so very good to me, both of them, uncle and auntie especially. And then
When I got the job, uncle called me and said, Justus, I want you to move out from here now. Otherwise, you will not grow up. You will be depending on me all the time. And you will be depending on auntie for everything. You must learn to live your life by yourself. So look for an accommodation outside and shift. And that was really a very good kind of him to do that. And so I shifted out to some place in some of my friends together. We took a flat there in Sunlight Colony, a small flat. And there we lived together, 3-4 of us together. And we learned to cook and look after, go for marketing, buy things and this and that. And that was another good thing that happened, which really made me more self-reliant, Even now, the place where I live now, there is no cook. But we are able to make breakfast, we are able to do whatever cooking that is needed and cleaning the house and this and that. We do everything ourselves. So that I would like to go back to that time when I was working in the communications ministry. So once I shifted out, later on, I moved to Baba Kadasingmar, the government quarters there, very close to the Sacred Heart Cathedral Church. And so I used to go for Mass in the Cathedral Church now on Sundays and met the priest there. And wonderful thing was that every day in the evening, 6 o'clock or 6:30, there was Mass, depending on the winter or summer time. I would walk to the office. It was only 10 minutes walking from where I lived to Sardar Patel Chowk, where the office was. So as I go to church, as I go to the office, I would drop in the church, have a small visit, and then walk along and go to the office. And then in the evening, I would sit a little longer in the office. 5:15, the office closes, but I was sitting there to complete the job and all that, and do some more work. And then slowly come back walking and enter the church for the evening Mass. That was really very good. And I remember, I think I used to pray much more in those days than even now in a way. Because, as you walk to the office, it is God's grace. I used to say the Angelus, beginning with the Angelus, and then maybe a mystery or two of the Rosary. And in the same way, come back praying. That was really a grace given to me, especially when I thought of becoming a priest once again. I was desperately asking the Lord, tell me what I should do. And that's why I was praying so much in those days. So I went and asked the priest there in Vasant Vihar, my old spiritual director, Father Jerome Toner. I said, Father, I feel I should become a priest, but I'm not sure whether I should enter a religious congregation like yours or join the diocese, become a diocesan priest, because I had little problem in the religious congregation because I find difficult to adjust to community life and all that, I said. But he said, no, that is when you are much younger. That's another story. A rule, religious congregations have rules, constitutions and regulations and all, A rule is good for those who are weak. And so you think about it, decide for yourself. Then I asked him, if I want to join, will the Dominicans welcome me? He said, I cannot tell you that. അതിന് പ്രൊവിൻഷ്യൽ അച്ഛനോട് ചോദിക്കണം. പ്രൊവിൻഷ്യൽ അച്ഛൻ വരുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, അന്നേരം ഇങ്ങനെ വന്ന് അദ്ദേഹത്തെ കണ്ടാൽ മതി. So one day suddenly I got a call saying that the provincial is here in Delhi, come to Vasant Vihar. So after office, ഞാൻ ഓഫീസിൽ നേരെ വസന്ത് വിഹാർ പള്ളിയിൽ ചെന്ന് പ്രൊവിൻഷ്യൽ അച്ഛനെ കണ്ടു, ഫാദർ മാലക്കി ഒഡ്വായർ. അദ്ദേഹം എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, why you want to become a priest and all that, why a Dominican and all that. So I answered, I think, quite satisfactorily. And he said, now I must get a letter from the Salesian Provincial saying that you are okay. And depending on that, we will decide where to take you. And the Salesian Provincial that time was Father Matai, who later became Bishop Matai. And so he must have sent a good letter, I guess. So I was welcomed into the Dominican order. One of the things which made me ask this question, will the Dominicans welcome me, was the life of St. Dominic, because Father Jerome Toner used to give me books to read. Mainly he was giving me Bible-related books, commentaries and all that. So one day I said, can you give me something about St. Dominic? I don't know anything about him. I know Dominic Savio better because I was a Salesian. So he gave me a book, The Life of St. Dominic, written by
Father Bede Jarrett, a Dominican, was a provincial in Ireland. Ireland or England, I'm not so sure now. Anyway, that book really gives us a very good picture of Saint Dominic, the struggles that he had, his preaching to heretics, and how he lived, the austerity, the prayer, the devotion to Mother Mary, and all those things. That's one of the things that made me think of joining the Dominican order. And therefore, I was chosen to join. And then, of course, they told me one thing: Justus, don't be foolish. Don't go and resign your job. It's very difficult to get this kind of a job. And you are well placed now. So don't resign. You only take leave. So take long leave if they give you. Because if you resign and come, and if we throw you out after some time because we don't find you fit enough, then you will be on the road. So I said, okay. So I went to the office. I met the additional secretary. And he was a Christian. And he knows about religious life and priesthood and all that. So I asked him, I said, sir, I'm thinking of leaving the government job and joining the priesthood. And he was shocked. He said, what nonsense are you saying? Are you gone out of your mind? You will never get a job like this. People are struggling to get a job, and this is a wonderful job you have. You want to throw it away and go and become a priest? There are so many priests in this world. Why should you also go and become one? I will not sanction your leave, he said. I was discouraged. I thought, of course, a little while later he might change his mind. Luckily for me, after a month or two, he was transferred out from there. And another officer, another additional secretary came, Mr. Vaidyanathan. And he was a different kind of person, in the sense that when I went to him with this request, he looked at me and said, Justus, that is a wonderful decision if you are taking it. That makes your life worthwhile. You can do something for the people. That is more important than looking at all these files. You are dealing with so many files and papers every day, reading and recommending, writing notes and this and that and sending letters. I'm sure you are not happy with this kind of a job. And you being a young man, you will be more active. You will be able to do much good for the people. I will sanction your leave. And he gave me leave. And then the Department of HR, they also approved that. And I was given 5 years leave without pay. With that, I left New Delhi and I went to Nagpur. I joined the seminary. Of course, before doing that, I had to tell my parents about it, of course. They were already thinking of my marriage and this and that, because I was nearing 30, 29 years old now, after 5 years of work. And then I told them that I'm going back to seminary. I will be joining Nagpur. They said, are you really sure? I said, yes, I'm quite sure. All right, then go ahead. They did not say no. And that way, even my uncle, who supported me, took all the expenses, bore all the expenses for my study. He also said, and auntie also, well, if you want to go, you go, become a priest, and we can pray for all of us. So like that, I left the job and went to Nagpur Seminary, Nagpur Dominican house, St. Dominic's ashram. I lived there a few months there, then I was sent to the novitiate. And after the novitiate, straight away to theology. And after 4 years theology, I was ordained priest on 1st May 1988, exactly on the date on which my uncle priest, Father Gervasis, was ordained 25 years ago. So on his Silver Jubilee day, I was ordained priest. So that is where my priestly ministry begins. ഡൊമിനിക്കൻ ലൈഫിനെ പറ്റി അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെൻറ്റ് ഡൊമിനിക് 800 വർഷം മുമ്പാണ് ഡൊമിനിക്കൻ സഭ സ്ഥാപിച്ചത്. അന്ന് ആൽബിജൻഷ്യൻ ഹെറിറ്റിക്സ് ഉണ്ടായിരുന്നു ഒരുപാട് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഫ്രാൻസിൽ, സൗത്ത് ഫ്രാൻസിൽ. അവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പ്രസംഗിച്ച് നടന്നു, ബൈബിൾ വചനം പ്രസംഗിച്ച് നടന്നു. അദ്ദേഹം സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പഠിച്ചത് ദൈവവചനമായിരുന്നു.
എല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു സെന്റ് ഡൊമിനിക്കിന്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഹി ഓൾവേസ് സ്പോക്ക് ഐദർ ടു ഗോഡ് ഓർ അബൌട്ട് ഗോഡ്. ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തെ പറ്റി, ഇതാണ് സെന്റ് ഡൊമിനിക് സംസാരിച്ചിരുന്നത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളെ പറ്റിയൊന്നും അല്ലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. രാത്രിയിൽ പലപ്പോഴും നൈറ്റ് വിജിൽ, ഓൾ നൈറ്റ് പ്രാർത്ഥനയിലാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന, സ്വയം ചമ്മട്ടി കൊണ്ട് അടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ഇങ്ങനെയെല്ലാമാണ് സെന്റ് ഡൊമിനിക്ക് ഈ ഹെരറ്റിക്സിൻ്റെ അടുത്ത് എന്ന് പ്രസംഗിച്ചത്. നമ്മുടെ ലെജൻഡ് പറയുന്നത് ജപമാല പരിശുദ്ധ അമ്മ സെന്റ് ഡൊമിനിക്കിൻ്റെ കയ്യിൽ കൊടുത്തു എന്നാണ്. അതായത് ഒരു ദിവസം ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന് അദ്ദേഹം ക്ഷീണിച്ചു, വലിയ സക്സസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ പരിശുദ്ധമ്മയുടെ സ്റ്റാച്ചുവിൻ്റെ മുന്നിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമ്മ പ്രത്യക്ഷയായി സെന്റ് ഡൊമിനിക്കിനോട് പറഞ്ഞു, നീ ജപമാല പ്രാർത്ഥിക്കുക, ജപമാല പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് ജപമാല നമുക്കറിയാം യേശുവിൻ്റെ ജീവിതം മുഴുവനാണ് അവിടെ കാണുന്നത്. അപ്പോൾ ദൈവവചനത്തിലൂടെ യേശുവിൻ്റെ ജീവിതത്തിലെ മുഖ്യമായ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പ്രസംഗിച്ച് അങ്ങനെയാണ് മനുഷ്യർക്ക് വിശ്വാസം ഉണ്ടായത്. നമുക്കറിയാം പൗലോസ്ലീഹ പറയുന്ന കാര്യം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 8 മുതൽ 17 വരെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വചനം നിങ്ങളുടെ ഹൃദയത്തിലും അധരങ്ങളിലുമായിരിക്കണം. അതിനുശേഷം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പക്ഷെ എങ്ങനെ അവർ വിളിച്ചപേക്ഷിക്കും കർത്താവിനെ പറ്റി അറിയില്ലെങ്കിൽ? അതുകൊണ്ട് ഈ അറിവ് കിട്ടുന്നത് പ്രസംഗത്തിലൂടെയാണ്. അങ്ങനെ 17-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, പൗലോസ്ലീഹ, ഫെയ്ത്ത് കംസ് ത്രൂ ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ. അപ്പോൾ നമ്മളുടെ തന്നെ വിശ്വാസം വർദ്ധിക്കാനും വിശ്വാസത്തെ പ്ലാൻ ചെയ്യാനും അത് വർദ്ധിക്കാനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ഈ വചനത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി സെന്റ് ഡൊമിനിക് സഭ സ്ഥാപിച്ചത് ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ്, OP, ഓർഡോ പ്രെദിക്കാത്തോറും എന്ന് ഇതിന് പേരിട്ട് തന്നെ. അപ്പോൾ എൻ്റെ ഡൊമിനിക്കൽ ലൈഫിലും ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യം തുടങ്ങി അച്ഛനായ ഉടൻ തന്നെ എന്നെ റിട്രീറ്റ് പ്രീച്ചിങ്ങിന് വിട്ടു. എൻ്റെ പ്രൊവിൻഷ്യൽ അദ്ദേഹം പ്രീച്ച് ചെയ്യേണ്ട ഒരു റിട്രീറ്റ് എന്നെ ഏൽപ്പിച്ചു. തയ്യാറായിക്കോളാൻ പറഞ്ഞു, ബൈബിൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ റിട്രീറ്റിന് വിട്ട് ആദ്യമായിട്ട്. അന്ന് തുടങ്ങി ഒരുപാട് സ്ഥലത്ത് റിട്രീറ്റിന് പോകേണ്ട അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഫോർമേഷൻ വർക്കിലായിരുന്നു. പോസ്റ്റ് ലൈൻ മാസ്റ്റർ, അത് കഴിഞ്ഞ് എന്നെ സെമിനറി പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ. എങ്കിലും ഇതിനിടയ്ക്കൊക്കെ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമായിരുന്നു. ഞാനിപ്പോൾ വൈദികനായിട്ട് 34 വർഷമായി. ഈ 34 വർഷത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ വലിയ അതിശയമാണ് എനിക്കുള്ളത്. ദൈവത്തിന് നന്ദിയും. പണ്ട് സെക്രട്ടേറിയറ്റിൽ ഫയലിനിടയിരുന്ന് പേപ്പേഴ്സൊക്കെ വായിച്ച് നോട്ട് എഴുതി അങ്ങനെയൊക്കെയുള്ള ആ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് അതിനു പകരം ദൈവവചനം കയ്യിലേൽപ്പിച്ച് ഇത് പ്രസംഗിക്കാനായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് എന്നെ പല സ്ഥലത്തേക്കും വിട്ടു. ഒരുപാട് രാജ്യങ്ങളിലേക്കും പോകാൻ പറ്റി ഇത് പ്രസംഗിച്ചുകൊണ്ട്. അങ്ങനെ വചനമാകുന്ന ആ ശക്തി അത് മനുഷ്യർക്ക് വിധിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും. ഇപ്പോൾ ഇവിടെ പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലം ഡയസിസിൽ ഒരു പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. വലിയ പദവിയില്ലാത്ത ഒരു പണി, അസന്ധ്യ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു നമുക്കറിയാൻ മേലെ. ആളിലൊക്കെ വികാരിയച്ഛനായിട്ട് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹമാണ്. അതായത് വലിയ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള ടെക്നിക്കൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിലും നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു നല്ല അവസരം ദൈവം തരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ബൈബിൾ വചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം യേശുവിന് വേണ്ടി ചെയ്യണം. എല്ലാം യേശുവിന് വേണ്ടി. ഉണ്ണുന്നതും ഉറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം യേശുവിന് വേണ്ടി. അങ്ങനെ ഒരു വചനം ഇവിടെയുണ്ട്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അവിടെ 16-ഉം 17-ഉം ഞാൻ വായിച്ചോട്ടെ. 16-ൽ പറയുകയാണ്, ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി as you teach and admonish one another in all wisdom, and as you sing psalms and hymns and spiritual songs and with thankfulness in your hearts. ഇനി 17-ാമത്തെ വാക്യം പറയുകയാണ്, and whatever you do in word or deed, do everything in the name of the Lord Jesus, giving thanks to God the Father through him. നിങ്ങൾ എന്ത് ചെയ്താലും, വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് തന്നെ ചെയ്താലും, അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുക എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇങ്ങനെ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലോകം തന്നെ രൂപാന്തരപ്പെടും. ഇവിടെ വീണ്ടും വെളിച്ചമുണ്ടാകും. നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ആത്മീയ തകർച്ചയും എല്ലാം മാറി ഭംഗിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കും ദൈവവചനത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.
വചനം പ്രഘോഷിക്കാനും വചനം പഠിക്കാനും ധ്യാനിക്കാനും ജീവിക്കാനും പ്രഘോഷിക്കാനുമുള്ള അനുഗ്രഹം ദൈവം തരുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ താതൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോടു ചേർക്കും.